ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നൊരു കുഞ്ഞു വീഡിയോ ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് വാട്സപ്പ് സ്റ്റുഡൻസ് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തതായിരുന്നു പല ടൈപ്പിലുള്ള എലാസ്റ്റിക്കുകൾ കാണിക്കാനും അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതും ഒരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലേക്ക് തന്നെ നിങ്ങൾ പോവുക. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എലാസ്റ്റിക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ എലാസ്റ്റിക്കും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ ഇതാ 4 ഇഞ്ചിലും ചെറിയ എലാസ്റ്റിക്, അതായത് നമ്മൾ മാസ്കിനായിട്ട് തന്നെ ഇപ്പോൾ വരുന്ന എലാസ്റ്റിക്കാണ്. ഈ കൊറോണ സംഭവം വന്ന ശേഷം തുടങ്ങിയതാണ് ഈ ഒരു എലാസ്റ്റിക്. അതിന് മുമ്പ് എലാസ്റ്റിക് അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ഇത് മീറ്റർ 10 രൂപക്ക് 4 മീറ്ററൊക്കെയാണ് കേട്ടോ. ഇത് ഇതാ ഞാൻ ബ്ലാക്കും ഉണ്ട്, ഇതിൻ്റെ വൈറ്റും ഉണ്ട്. ഞാൻ ഒരു ഡ്രസ്സിൻ്റെ വേസ്റ്റ് കൊണ്ട് എല്ലാ ഡ്രസ്സിനും മാസ്ക് അടിക്കുന്നത് കൊണ്ട് ഇത് രണ്ടും കുറേശ്ശെ വാങ്ങി വെച്ചതാണ്. നല്ല സ്ട്രെച്ചബിൾ ആയിരിക്കും കേട്ടോ. 4 ഇഞ്ചിനേക്കാളും കുറേയും കൂടി വലിച്ചിലുണ്ടാവും. 4 ഇഞ്ച് യൂസ് ചെയ്യുന്നതിനേക്കാളും പിന്നെ മാസ്കിന് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയി തോന്നിയിട്ടുള്ളത് ഇതാണ്. അതിൻ്റെ വൈറ്റും ബ്ലാക്കും ഉണ്ട്. എല്ലാത്തിലും ഉണ്ട് കേട്ടോ. എല്ലാ എലാസ്റ്റിക്കിലും വൈറ്റും ബ്ലാക്കും വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ 2 കളർ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ എല്ലാത്തിനും യൂസ് ചെയ്യാം. ഒരുവിധം എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. കണ്ടില്ല, ഒന്ന് വൈറ്റ്, ഒരു മാസ്കിന് വൈറ്റും ഒന്നിന് ബ്ലാക്കുമാണ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തൊട്ട് മേലായിട്ട് വരുന്നത് 4 ഇഞ്ച് എലാസ്റ്റിക്കാണ്. ഈ 4 ഇഞ്ച് എലാസ്റ്റിക് നമ്മൾ എടുക്കുന്നത് ചിലപ്പം പിന്നെ ഗൗണിനൊക്കെ അരയിലേക്ക് കൊടുക്കാൻ യൂസ് ചെയ്യാം. അതേപോലെ സ്ലീവിൽ, അതായത് ഞാൻ ചെയ്തിട്ടുള്ള കുറേ ഗൗണിലൊക്കെ അതിന് സ്ലീവിൽ വെച്ചിട്ടുണ്ട്. 4 ഇഞ്ച് എലാസ്റ്റിക് സ്ലീവിൽ വെച്ചിട്ടുള്ള ഒരു ഗൗൺ ഞാൻ കാണിച്ചു തരാം. ഇതാ അതിൻ്റെ ചെയ്തതിൻ്റെ ലിങ്ക് വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം, ആവശ്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം. സ്ലീവിൽ ഇതേപോലെ എത്ര ലെയറിലാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കൊടുക്കാം. പിന്നെ സ്ലീവ് കണ്ടില്ലേ, നോർമലി സ്ലീവ് തന്നെ താഴേക്ക് വീതി കുറയ്ക്കാതെ എലാസ്റ്റിക് വെച്ചിട്ട് ചുരുക്കിയിട്ട് വീതി ഇങ്ങനെ കുറയ്ക്കുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് വേണേൽ കൊടുത്തിടാം കേട്ടോ, ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാമല്ലോ. അപ്പോൾ 4 ഇഞ്ച് ഇതിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്ലീവിൻ്റെ താഴത്ത്, അതായത് ബലൂൺ സ്ലീവൊക്കെ ചെയ്യുന്നതിന് 4 ഇഞ്ച് കൊടുക്കാം, 1/2 ഇഞ്ച് കൊടുക്കാം. അപ്പം അതിലും തന്നെ ഇതാ ബ്ലാക്കും വൈറ്റും ആണ് ഉള്ളത്. മറ്റേ ഇതിനേക്കാളും കുറച്ചും കൂടി വലിച്ചിൽ കുറവായിരിക്കും കിട്ടുക ഇതിന്. ഇത് പിന്നെ എന്താണ് ചരട് പോലെ ഉരുണ്ടിട്ടുള്ള എലാസ്റ്റിക്കാണ്. ഇത് മെയിനായിട്ട് നമ്മൾ ഈ ക്രഞ്ചീസ് ഉണ്ടാക്കുമല്ലോ, ക്രഞ്ചീസ് എന്ന് പറയുന്നത് നമ്മൾ മുടിയിലിടാനുള്ള ബണ്ണ്, ആ ബണ്ണിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇതാണ് കാണുക. ഇതുകൊണ്ട് പിന്നെ നമ്മുടെ മാസ്കിനും കൊടുക്കാറുണ്ട് ചിലർ, പക്ഷെ ഞാൻ കൊടുക്കാറില്ല. എനിക്കിത് ഞാൻ കൊടുത്തു നോക്കുമ്പോൾ എനിക്ക് എത്ര ഒരു കംഫർട്ടബിളായി തോന്നിയില്ല, ചെവിക്ക് ഒരു പെയിൻ പോലെ തോന്നിയതുകൊണ്ട് മാസ്കിന് എടുക്കാറില്ല. ഞാൻ ഇതിന് തന്നെയാണ് എടുക്കാറുള്ളത്. എന്ത് കുട്ടികൾക്ക് ബണ്ണുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുള്ളതാണ്. ഇതും വൈറ്റും ബ്ലാക്കും ഉണ്ട്. ഇത് കുറേയും കൂടി ടൈറ്റാണ്, അതുപോലെ ഒരു നല്ല ടെമ്പറുള്ളൊരു സാധനമാണ് കേട്ടോ. മറ്റേ എലാസ്റ്റിക്കിനേക്കാളും കുറച്ചും കൂടി ഒരു ബലമുണ്ട്. അപ്പം നമ്മൾ പിന്നെ ബണ്ണുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കൂടി കോർത്ത് 2 അറ്റം കൂട്ടി കെട്ടിയിട്ട് അടിച്ചാൽ കുറേ കാലം നിൽക്കും. നല്ല മറ്റേ എലാസ്റ്റിക് പോലെ അങ്ങനെ വലിയൂല ഈ എലാസ്റ്റിക്. ഇപ്പം 3 ടൈപ്പ് എലാസ്റ്റിക് ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ വാട്സപ്പ് സ്റ്റുഡൻസ് എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടോളി, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാനിത് ഇടുന്നത്. പിന്നെ ഈ കാണുന്നത് ഇതാ, ഇത് 1/2 ഇഞ്ച് എലാസ്റ്റിക്. 1/2 ഇഞ്ച് എലാസ്റ്റിക്കാണ് നമ്മൾ മെയിനായിട്ട് ഗൗണിന് വേസ്റ്റിൻ്റെ അവിടെ കൊടുക്കാൻ, അതേപോലെ സ്ലീവിന് താഴത്ത് ബലൂൺ സ്ലീവ് പോലെ ഞാൻ ചെയ്തിട്ടുള്ള ഈ പിന്നെ കേപ്പ് ഗൗണിൻ്റെ സ്ലീവിൻ്റെ താഴെയൊക്കെ കൊടുത്തിട്ടുള്ള ഇതാണ്. ചുരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. നമ്മളെ ചില പർദ്ദകൾക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഇതേപോലെ സ്ലീവിൽ. ചുരിദാറിനൊക്കെ വേണം നമുക്ക് അങ്ങനെ ചെയ്യാട്ടോ. അതിലും ബ്ലാക്കും വൈറ്റും ഉണ്ട്. എൻ്റെ വാട്സപ്പ് ക്ലാസ്സിനെ കുറിച്ചിട്ട് പറയാം. അതായത് വാട്സപ്പ് ക്ലാസ് ആഴ്ചയിൽ 3 ദിവസമാണ് ഉണ്ടാവുക. ടോട്ടൽ 2 മാസം ഉണ്ടാകും. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ID ഉണ്ട്, അതിൽ വേണമെങ്കിൽ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം. അപ്പം 1/2 ഇഞ്ച് എലാസ്റ്റിക്കും കണ്ടല്ലോ. ഈ കാണുന്നത് 3/4 ഇഞ്ച് എലാസ്റ്റിക്കാണ്. ആ 4 ഇഞ്ചും 1/2 ഇഞ്ചൊക്കെ അതേപോലെ ബോർഡിലാണ് വരിക. ഈ 3/4 ഇഞ്ച് മുതൽ ഇങ്ങനെ റോളായിട്ടാണ് കേട്ടോ വരിക. അപ്പോൾ ഞാനൊരു റോളൊക്കെ വാങ്ങിയാൽ എനിക്ക് ചിലപ്പോൾ 1 കൊല്ലമൊക്കെ കിട്ടും, 1 കൊല്ലത്തിലൊക്കെ അധികം കിട്ടും.
അങ്ങനെ പുറത്തുനിന്ന് ഓർഡർ എടുത്ത് തയ്ക്കുന്നതല്ലാത്തത് കൊണ്ട് നമ്മൾ മക്കളതും പിന്നെ ഫാമിലിയിൽ ആരുതെങ്കിലുമൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഈ 3/4 എലാസ്റ്റിക് ചെറിയ കുട്ടികളുടെ പാൻറ്റിനൊക്കെ അരക്കി കൊടുക്കാനെടുക്കാം. പിന്നെ ഇതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുൾ ഉപയോഗം വരുന്നൊരു സാധനം, 1 എലാസ്റ്റിക്. ഇതിൻ്റെ ബ്ലാക്കും വൈറ്റും ഉണ്ട്. ഈ 1 എലാസ്റ്റിക്കാണ് ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ അരവണ്ണത്തിലേക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഈ എലാസ്റ്റിക്കുകൾ വീതി കൂടുന്നതിനനുസരിച്ച് അതിനുള്ള ടൈറ്റ്, അതായത് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടാവില്ല, വലിവ് വീതി കൂടുന്നതിനനുസരിച്ച് വലിവ് കുറയുക ചെയ്യുക കേട്ടോ, ടൈറ്റ് കൂടും. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ എപ്പോഴും 1 ഇഞ്ചിൽ താഴെയുള്ള എലാസ്റ്റിക് എടുക്കുകയാണ് നല്ലത്. 1/2 ഇഞ്ച് 3/4 ഇഞ്ച് ആ എലാസ്റ്റിക്കൊക്കെ എടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഇത്രയും വലിയ റോളിന് 100 സംതിങ് അതാണ്. ഇത് 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഈ 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് നമ്മൾ സ്കേർട്ട്, നമ്പർലാ സ്കേർട്ടിനൊക്കെ 1.5 ഇഞ്ച് എലാസ്റ്റിക്കാണ് ഏറ്റവും നല്ലത് 1 ഇഞ്ചിനെക്കാളും. കാരണം സ്കേർട്ടിൻ്റെ അത്രയും വൈഡായിട്ടും വെയിറ്റും വരുമല്ലോ. രണ്ടത് തമ്മിലുള്ള വ്യത്യാസം 1.5 ഇഞ്ച് എലാസ്റ്റിക് 1 ഇഞ്ചിനെക്കാളും ടൈറ്റായിരിക്കും. അങ്ങനെ ഓരോന്നും അങ്ങനെയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഇപ്പം കാണുന്നില്ല, കുറച്ച് മുന്നേക്ക് 2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ഉണ്ടായിരുന്നു. കുറച്ച് മുന്നേ എന്ന് പറഞ്ഞാൽ 5-8 കൊല്ലം മുന്നേ കണ്ട്. ഇപ്പോൾ 1.5 ഇഞ്ച് വരെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ ചോദിച്ച് വാങ്ങിയിട്ടില്ല. അതിൽ കൂടുതലുള്ള അളവിൽ എനിക്ക് ആവശ്യം വരാത്തത് കൊണ്ട് ചിലപ്പോൾ ഉണ്ടാവും. വലിയ വീതിയുള്ള എലാസ്റ്റിക്കൊക്കെ നമ്മൾ പിന്നെ മറ്റേ ഈ ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെ കാണാറുണ്ട് കേട്ടോ, നല്ല വീതിയുള്ള എലാസ്റ്റിക്കുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ റെഡിമെയ്ഡ് ചില ഡ്രസ്സിൻ്റെ സ്ലീവിലൊക്കെ കാണാറുണ്ട്. പിന്നെ വരുന്നൊരു കാണിക്കണം എന്ന് പറഞ്ഞ സാധനമാണ് ഇത്, പൈപ്പിംഗ് ത്രെഡ്. ഈ നൂലെലാസ്റ്റിക് കൂടി കാണിച്ചു തരാം. ഇത് പൈപ്പിംഗ് ത്രെഡാണ്, നൂലെലാസ്റ്റിക് ആണെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് പൈപ്പിംഗ് ത്രെഡ് നമുക്ക് ഷോളിൻ്റെ അറ്റത്ത് പൈപ്പിംഗ് കൊടുക്കാൻ, ടോപ്പിൻ്റെ സൈഡിൽ പൈപ്പിംഗ് കൊടുക്കാൻ. ഇത് രണ്ട് ചെറിയൊരു തിക്നെസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഇത് ഒരെണ്ണം വാങ്ങിയ ചില 40-50 രൂപയൊക്കെ ഉള്ളൂ. ഒരു വണ്ണം ഇഷ്ടം പോലെ ഉണ്ടാവും, നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഉണ്ടാവും, കേട് വരുന്ന സാധനമൊന്നുമല്ലല്ലോ. അപ്പം ഇങ്ങനത്തെ പല സാധനങ്ങളും ഞാൻ ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ അതെന്താണെന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. ബിഗിനേഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ എലാസ്റ്റിക്കിലൊക്കെ പർപ്പസ് ഉപയോഗങ്ങൾ മനസ്സിലായല്ലോ അല്ലേ. ഇനി നമ്മൾ നൂലെലാസ്റ്റിക് കാണാം. ഈ നൂലെലാസ്റ്റിക് പലരും പിന്നെ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടത് കൊണ്ട് കുറേ ആളുകൾക്കൊക്കെ മനസ്സിലായി. എന്നാലും അതിൻ്റെ ഉപയോഗത്തിൽ ചിലർക്കൊക്കെ സംശയം വരുന്നുണ്ട്. ഈ ഒരു കെട്ടിന് ഇതിൽ നിന്ന് കുറച്ച് ഞാൻ യൂസ് ചെയ്തു. കെട്ടിന് 40 രൂപയാണ് എനിക്ക് വന്നത്. ഞാൻ മുക്കത്തെ പൈലറ്റ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഈ നൂൽ എലാസ്റ്റിക് നമ്മൾ ഇതേപോലെ ബോബിനിൽ കൈകൊണ്ട് ചുറ്റുക, എന്നിട്ട് കേസിൽ ഇട്ടിട്ട് അത് ഒരുപാട് ആളുകൾ തയ്ച്ചിട്ട് പ്രശ്നം പറഞ്ഞ നൂല് ഇങ്ങനെ പൊട്ടി പോരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ബോബിനിലിട്ടിട്ട് കേസിലേക്ക് കൂടി പുറത്തേക്ക് എടുക്കുമ്പോൾ ടൈറ്റ് വന്നിട്ടാണ്. അപ്പോൾ ഈ നൂല് നമ്മളെ നൂലിനേക്കാളും വണ്ണുണ്ടല്ലോ ഇതിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കേസിൻ്റെ സ്ക്രൂ ഉണ്ട്, ഒരു ചെറിയ സ്ക്രൂ ഉണ്ട്, അതൊന്ന് ചെറുതായിട്ട് ലൂസാക്കി കൊടുത്താൽ സ്മൂത്തായിട്ട് വന്നോളൂ, വൃത്തിയിൽ തയ്ച്ച് പോരാ. അപ്പം അങ്ങനെ ചെയ്യണം തയ്ക്കുന്നവർ. പിന്നെ പലരും ചോദിക്കാറുണ്ട് ഇത് എല്ലാ മെഷീനിലും പറ്റും, ഒരു പ്രശ്നമില്ല, നമ്മൾ നോർമൽ സ്റ്റിച്ച് ചെയ്യും പോലെ സ്റ്റിച്ച് ചെയ്ത് പോരാ. ഇതേപോലെയാണ് ഇതാണ് ഞാൻ അന്നാ ചെയ്ത ഫ്രോക്ക്, മോളെ ഫ്രോക്കായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്, അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിടാം. ട്രൈ ചെയ്യുന്നവർക്ക് അത് ഒന്നും കൂടി നോക്കുമ്പോൾ ഒന്നും കൂടി കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി എലാസ്റ്റിക്കിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് ക്ലാസ്സുള്ളവർക്ക് ക്ലാസ് വഴി ചോദിക്കാം, അല്ലാത്തവർക്ക് പിന്നെ ഇൻസ്റ്റ വഴി ചോദിക്കാം, കമൻറ്റിലേക്ക് കൂടി ചോദിക്കാം. എല്ലാ ഡൗട്ട്സും ക്ലിയർ ആക്കിയിട്ട് സ്റ്റിച്ചിങ്ങിൽ മുന്നോട്ട് പോകുമ്പോഴാണ് എപ്പോഴും നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കുക. ഡൗട്ട്സോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും നമുക്ക് കോൺഫിഡൻസ് കിട്ടില്ല. കോൺഫിഡൻസ് ഇല്ലാതെ ചെയ്താൽ സംഗതികൾ നന്നാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ. അസ്സലാമു അലൈക്കും.